നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ഓവനൊന്നും ഉപയോഗിക്കാണ്ട് സ്റ്റവ് ടോപ്പിൽ തന്നെ ഒരു ടേസ്റ്റി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് ചിപ്പ് ബനാന കേക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. അതായത് ഞാൻ നേരത്തെ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടപ്പോൾ 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓവൻ ഇല്ല, അപ്പോൾ ഓവൻ ഇല്ലാണ്ട് സ്റ്റവ് ടോപ്പിൽ ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് പരീക്ഷണങ്ങൾക്കൊക്കെ ശേഷം നല്ലൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, ഇതൊരു എഗ്ലെസ് വേർഷനാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഹോൾ വീറ്റ്, അതായത് മൈദ ഒട്ടുപോലും ഉപയോഗിക്കുന്നില്ല, മുഴുവനും ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. മൈദ കൊണ്ട് ഉണ്ടാക്കണേലും കൂടുതൽ ടേസ്റ്റിയാണ് ഇൻഫാക്റ്റ് ഈ ഒരു കേക്കിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിലോട്ട് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്ക് ഐറ്റം ആയിരിക്കും ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുട്ടികളുടെ ശബ്ദമാണ് കേൾക്കുന്നത്, അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് അടിക്കട്ടിയുള്ള ഒരു പാൻ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ പാനിലോട്ട് ഞാനിപ്പോൾ ഒരു ഡബ്ബയുടെ മൂടിയാണ് എടുത്തിരിക്കുന്നത്, ഒരു സ്റ്റീൽ ഡബ്ബയുടെ മൂടിയാണ്. ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ടിൻ വെക്കാനായിട്ട്. നമ്മൾ ഒരിക്കലും കേക്ക് ടിൻ ഡയറക്റ്റ്ലി ഈ പാനിനെ തൊടുന്ന രീതിയിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കാനാക്കി വെക്കണം. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കേക്ക് ടിന്നാണ്. അപ്പം ഇതിലോട്ട് നന്നായിട്ട് ബട്ടർ എല്ലാം പുരട്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് ഞാൻ ലൈൻ ചെയ്യാൻ പോവാണ് ഇതേപോലെ. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിടിക്കിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ ലൈൻ ചെയ്ത് വെക്കുക. ഇതൊരു ചെറിയൊരു കേക്കാണ്, ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എത്ര ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ പ്രീ ഹീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മൂടി വെച്ച് നമ്മുടെ പാൻ ചൂടാക്കിക്കൊണ്ടിരിക്കണം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ. പഴുക്കാത്ത പഴം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കേക്കിന്. അപ്പം നന്നായിട്ട് പഴുത്ത്, അതായത് നല്ല കറുത്ത നിറമായിട്ടൊക്കെ ഇരിക്കില്ലേ പഴം, ആ ഒരു പരുവാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത്. കാരണം അങ്ങനെയുള്ള പഴം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് മാക്സിമം ബനാനയുടെ ഫ്ലേവർ വന്ന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫിലിപ്പിനോ പഴമാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാലിപ്പൂവൻ പഴം അല്ലെങ്കിൽ ചിങ്ങൻ പഴം ഉപയോഗിക്കാം. നല്ല പഴുത്തത് തന്നെ വേണം. ഒരിക്കലും ഏത്തപ്പഴം ഉപയോഗിക്കരുത്. ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് പഴം മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ 3/4 കപ്പ് മാഷ് ചെയ്ത ബനാനയാണുള്ളത്, അതായത് നല്ല പേസ്റ്റ് ആക്കി എടുത്ത ബനാന 3/4 കപ്പ്. ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടി. പിന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വനില എസെൻസും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കിട്ടുന്ന പഞ്ചസാരയുടെ തരി ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ചേർക്കുവാണ്. പക്ഷെ നിങ്ങളുടെ അവിടെയുള്ളത് വലിയ തരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് 1/2 കപ്പ് പഞ്ചസാര എടുക്കുക മെഷറിംഗ് കപ്പിൽ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്താലും മതി. പിന്നെ ഞാനിതിലോട്ട് 3 ടീസ്പൂൺ ബട്ടറും ചേർക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്, റൂം ടെമ്പറേച്ചർ. തണുത്ത ബട്ടർ ഒരിക്കലും ചേർക്കരുത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കുക്കിംഗ് ക്രീമും ചേർക്കാം. 2 ടീസ്പൂൺ കുക്കിംഗ് ക്രീമാണ് ചേർക്കുന്നത്. നമ്മുടെ കേക്കിന് എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കിംഗ് ക്രീം ചേർക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ക്രീം എന്ന് പറയുന്നത് വിപ്ഡ് ക്രീം അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രഷ് ക്രീമൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, അതൊക്കെയാണ് കുക്കിംഗ് ക്രീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം എന്ന് തന്നെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഫ്ലേവർലെസ് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കേണ്ടത്, അതായത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ. ഇത് രണ്ടായിരിക്കും ഏറ്റവും നല്ലത്. ഓലിവ് ഓയിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു കേക്കിന് യൂസ് ചെയ്യരുത്. കാരണം ഓലിവ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേക്കിനൊരു അതിൻ്റെ സ്മെല്ലിനൊരു ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കാം. അതൊരു 1/4 കപ്പാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഒരിക്കലും ഓവറായിട്ട് മിക്സ് ചെയ്യരുത്.
ഓവറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ, എല്ലാം മിക്സ് ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് ചിപ്സും ചേർക്കാം, പക്ഷെ ഒരു കാരണവശാലും ബിറ്റർ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കരുത്. അപ്പോൾ 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം, അതായത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മളുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് വിതറിടുവാണ് ഇതേപോലെ. അതിനുശേഷം ഞാനിത് പാനിലോട്ട് ഇറക്കി വെക്കാൻ പോകും. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാനിലോട്ട് ഇറക്കി വെക്കാൻ പോവാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ലൂസായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും. അതെന്തിനാണ് ഞാൻ അങ്ങനെ വെക്കണേന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്, ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ പാനിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ അലുമിനിയം ഫോയിൽ വെക്കാൻ. ലൂസായിട്ട് വേണം വെക്കാനായിട്ട്. കാരണം അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഈ കേക്ക് റൈസ് ചെയ്യുമ്പോൾ ഈ അലുമിനിയം ഫോയിൽ ടച്ച് ചെയ്യും, അപ്പോൾ കേക്കിൻ്റെ ആ ഭംഗി പോകും. അപ്പോൾ ഇതേപോലെ ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ, ഒരു 22-23 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇത് കണ്ടിന്യൂസ് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കരുത്. കാരണം അങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് ചെയ്യണ കേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഷ്രിങ്ക് ആയി പോകും, അല്ലെങ്കിൽ താഴ്ന്നു പോകും. അതുകൊണ്ട് 20-22 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തുറന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആയി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ പുറത്തെടുക്കാം. എനിക്കൊരു 24-25 മിനിറ്റ്സ് എടുത്തായിരുന്നു ഇത് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കമിഴ്ത്തി വെക്കാം. ഒരു കൂളിംഗ് റാക്ക് ഉണ്ടെങ്കിൽ അതിലോട്ട് ചെയ്യാം, പക്ഷെ എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ കേക്ക് നന്നായിട്ട് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. യാതൊരു കാരണവശാലും ചൂടുള്ളപ്പോൾ ഈ കേക്ക് മുറിക്കരുത്, സ്ലൈസ് ചെയ്യരുത്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ കേക്ക് വളരെ സോഫ്റ്റാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ വളരെ സോഫ്റ്റ് മോയ്സ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂടോടുകൂടി ഒരിക്കലും ഇത് മുറിക്കരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് സ്ലൈസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേ കേക്ക് നമുക്ക് ഓവനിലും ചെയ്തെടുക്കാൻ പറ്റും. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25-30 മിനിറ്റ്സ്, ചിലപ്പോൾ ഇച്ചിരിയും കൂടെ സമയം വേണ്ടി വരും. അങ്ങനെ ബേക്ക് ചെയ്താലും മതി. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റുള്ള വളരെ യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുണ്ട് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോഴും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.